വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ഇന്ന് ആളുകൾ പഠിക്കുന്നത് റീൽസുകളും സിനിമകളൊക്കെ കണ്ടിട്ടാണ്. അതിൻ്റെയൊക്കെ പിന്നിൽ ഒരു വലിയ എഫേർട്ട് ഉണ്ട്. ആദ്യം സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, ഒരുപാട് ടേക്കുകൾ എടുക്കുന്നു, എന്നിട്ട് അത് എഡിറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് അത് പുറത്തേക്ക് വരുന്നത്. പക്ഷെ ഇത് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിക്കാണ് അവിടെ നല്ല സന്തോഷമുള്ള ഒരു കുടുംബജീവിതം. അപ്പോൾ എൻ്റെ ഭാര്യയും ഇങ്ങനെ ആയിരിക്കണം, എൻ്റെ ഭർത്താവും ഇങ്ങനെ ആയിരിക്കണം. എന്നിട്ട് ആ ഒരു കോൺസെപ്റ്റിലാണ് വൈവാഹിക ജീവിതത്തിലേക്ക് പലരും പ്രവേശിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ പിന്നെ ഉണ്ടാവാൻ പോവാണ്. കാരണം റിയൽ ലൈഫിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളിലൊക്കെ ഇവർ ആലോചിക്കുന്നത് എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചിരുന്നത്, എൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മനുഷ്യരാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ആരും പൂർണ്ണരല്ല. എന്തുകൊണ്ടാണ് കോപമുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് സന്തോഷമുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് സങ്കടമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമ്മൾ മനുഷ്യരായതുകൊണ്ട് മാത്രമാണ് എന്നാണ്. മനുഷ്യരെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്, പക്ഷെ അതിൽ ഏറ്റവും നല്ല ആളുകൾ തൗബ ചെയ്യുന്നവർ, പശ്ചാത്തപിക്കുന്നവരാണ് എന്നാണ്. അപ്പോൾ കുടുംബജീവിതമാണെങ്കിലും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് പരസ്പരം ചർച്ച ചെയ്ത് അത് പരിഹാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത്, ഇപ്പോൾ ഭാര്യയെ പെർഫെക്റ്റ് ആക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഭർത്താവിനെ പെർഫെക്റ്റ് ആക്കുന്നതിന് പകരം ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ആ കുടുംബത്തെ പെർഫെക്റ്റ് ആക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.